മഡഗാസ്കർ മൂവി സീരീസിലെ മൂന്നാമത്തെ സിനിമയായ മഡഗാസ്കർ യൂറോപ്സ് മോസ്റ്റ് വാണ്ടഡ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കഥ മനസ്സിലാവത്തുള്ളൂ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഡുബോയ്സ് അലക്സിനെ പിടിക്കാൻ വേണ്ടി കൂടെയുള്ള പരിക്ക് പറ്റിയ ആൾക്കാരെ പാട്ടുപാടി എഴുന്നേൽപ്പിക്കുന്നതും അലക്സിനെ പിടിക്കാൻ വേണ്ടി പോവാൻ റെഡിയാവുന്നതും വരെയാണ്. ഈ സമയം അലക്സ് മൃഗങ്ങളെ സർക്കസ് പ്രാക്ടീസ് ചെയ്യിക്കുന്നതിനിടെ സ്റ്റെഫാനോയ്ക്ക് ആകാശത്തിലൂടെ പറക്കാനുള്ള ആഗ്രഹം പെൻഗിൻസിനോട് പറയുന്നു. ഇതോടെ അവരത് സാധിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇത് അപകടമാടാ എന്ന് ആർട്ടി പറയുമെങ്കിലും അവന്റെ ആഗ്രഹപ്രകാരം അവരവനെ പടക്കം വെച്ച് പീരങ്കിയിലിട്ടങ്ങ് പൊട്ടിക്കുന്നു. അവനാണെങ്കിൽ ആകാശത്തിലൂടെ ജെറ്റ് പോലെ പോയി ഒരു മലയ്ക്ക് ഇടിക്കുകയും താഴേക്ക് വീഴാൻ പോയതും എന്നെ രക്ഷിക്കണേ എന്ന് അവൻ പറയുന്നത് മാർട്ടി കേൾക്കുകയും ഉടനെ തന്നെ ഒരു കയറുമെടുത്ത് അവൻ പോയതുപോലെ തന്നെ മാർട്ടി അങ്ങ് പോകുന്നു. അങ്ങനെ ഒരുപാട് മുകളിലെത്തിയതും അവന് പറക്കുന്നത് പോലെയൊക്കെ തോന്നിയതും അവൻ മഴവില്ലിന്റെ ഉള്ളിലൂടെയൊക്കെ പറക്കുകയും അവസാനം മലയിലിടിച്ച് സ്റ്റെഫാനോ വീണതിന്റെ തൊട്ട് മുകളിലായി വീഴുന്നു. മാർട്ടിയാണെങ്കിൽ പറക്കുന്നത് അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞതും മാർട്ടി അവനെ കയറി വെച്ച് കുടുക്കി താഴേക്ക് ഇറക്കുന്നു. ശേഷം അവനും താഴേക്ക് ഇറങ്ങുകയും പറക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലക്സിനെയാണ്. അവൻ സർക്കസിലുള്ള പട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത് കണ്ട് അവരോടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. ഇതിനിടെ അവിടേക്ക് ഗിയ വരികയും എന്നെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമോ എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മെൽമൻ ആ സമയം അവനും സർക്കസ് ചെയ്യാൻ തോന്നിയതും അവൻ മേളിലേക്ക് കയറിപ്പോയി കാറിന്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. പക്ഷേ പകുതി എത്തിയതും ആകെ പേടിയായിക്കൊണ്ട് അവൻ ഒച്ചത്തിൽ അലറുകയാണ്. ഇത് കേട്ട ഗ്ലോറിയ ഉടൻ തന്നെ മേളിലേക്ക് കയറുകയും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്നെ തന്നെ നോക്ക്, എന്നിട്ട് ഡാൻസ് കളിക്കുന്നത് പോലെ എന്റെ കൂടെ വായെന്നും പറയുന്നു. എനിക്കതിന് ഡാൻസ് കളിക്കാൻ അറിയില്ല, ഞാനത് എത്രയോ തവണ പ്രാക്ടീസ് ചെയ്ത് പാളിയതാണെന്നും പറഞ്ഞതും ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഡാൻസ് കളിപ്പിക്കുകയും സന്തോഷത്തോടെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ സമയം അലക്സ് ഗിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവള് കളിക്കുന്ന സർക്കസ് പല കോലത്തിലായി കാണിച്ചെടുക്കുന്നു. യഥാർത്ഥത്തിൽ അവന് അറിയാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ പോയി വീഴുന്നതാണ്. പക്ഷേ അവൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയും അവസാനം അലക്സും ഇതൊക്കെ പഠിച്ചെടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് പെൻഗിൻസ് വരികയും ഒരു അർജന്റ് കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ഡുബോയ്സ് അവരെ മണത്ത് അങ്ങോട്ടേക്ക് എത്തുന്നതായി ദൂരെ നിന്നും അവര് കാണുകയും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അലക്സ് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ പെടുമെന്നും പെൻഗിൻസ് പറയുന്നത് കേട്ട് അതിന് ഇവന്മാരുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല, ട്രെയിനിങ്ങും കാത്തു നിന്ന ഡുബോയ്സ് നിന്നെ കൊണ്ട് പോകുമെന്ന് പെൻഗിൻസും പറഞ്ഞതും അവര് ട്രെയിനും എടുത്ത് അടുത്ത സർക്കസ് നടക്കുന്ന ലണ്ടനിലേക്ക് പുറപ്പെടുന്നു. ഈ സമയം വിറ്റാലി അവൻ ചെയ്ത സർക്കസിന്റെ റിങ്ങുകളൊക്കെ നോക്കിയതും തോറ്റുപോയ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയും ഇതിന് ചെയ്ത വീണ്ടും തോൽക്കുമെന്ന് പേടിച്ച് അതൊക്കെ പൂട്ടിക്കളയുന്നു. അങ്ങനെ ലണ്ടനിലെ സർക്കസ് കൂടാരത്തിലേക്ക് അവരെല്ലാവരും സർക്കസ് കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പക്ഷേ പെൻഗിൻസിനും അലക്സിനും വേറെ ഒരു പ്ലാൻ ഉണ്ട്. അവിടെ അമേരിക്കൻ സർക്കസ് പ്രൊമോട്ടറായ ഒരുത്തൻ വന്ന് ഇരിക്കുന്നുണ്ട്. അവൻ ഈ സർക്കസ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്കുള്ള ടിക്കറ്റ് കിട്ടൂ. അതുകൊണ്ടാണ് അവൻ വന്ന ഉടനെ തന്നെ പെൻഗിൻസ് അലക്സിനെ വിവരം അറിയിക്കുകയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും പറയുന്നു. പക്ഷേ എല്ലാവരും റെഡിയായിട്ടും വിറ്റാലി അവിടെ കാണാത്തതുകൊണ്ട് സ്റ്റെഫാനോയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ തിരക്കുന്നു. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വിറ്റാലി ഇനി സർക്കസിന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോവുകയാണെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ് അവൻ കരയുന്നത് കണ്ട് അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാടാ എന്ന് അലക്സ് പറയുകയും അവനെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം വിറ്റാലിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അലക്സ് നോക്കുമ്പോൾ വിറ്റാലി സർക്കസ് വിട്ട് പോവാൻ നോക്കുകയാണ്. എന്നാൽ അലക്സ് അവനെ ഓരോന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പഴയ വിറ്റാലി മരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ സർക്കസ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് കേട്ടതും എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിന്റെ ഫ്രണ്ട്സിന് നിന്നിൽ മാത്രമേ വിശ്വാസവുമുള്ളൂ, കാരണം നിനക്ക് മാത്രമേ അത്ര ചെറിയൊരു റിങ്ങിലൂടെ ചാടാൻ കഴിയുള്ളൂ എന്ന് മോട്ടിവേഷൻ കൊടുക്കുകയും ഇനി നിന്റെ തീരുമാനമെന്ന് പറഞ്ഞ് അലക്സ് അവിടെ നിന്നും പോകാൻ നോക്കിയതും അത് എന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് വിറ്റാലി പറയുകയും ഈ സർക്കസിന് ഞാനും ഉണ്ടാവുമെന്നും പറയുന്നു. അങ്ങനെ വിറ്റാലിയുടെ സർക്കസ് ആണ് ആദ്യം നടക്കാൻ പോകുന്നത്. അങ്ങനെ റെഡി ആയിക്കൊണ്ട് വിറ്റാലി വെളിച്ചെണ്ണയൊക്കെ മേലിലേക്ക് ആക്കുകയും റിങ്ങിലേക്ക് തീ വെക്കാനും പറയുന്നു. അങ്ങനെ സ്റ്റെഫാനോ തീയങ്ങ് വെച്ചതും ഓടിപ്പോയി ചാടി കറങ്ങി അതിന്റെ ഉള്ളിലൂടെ അങ്ങ് പോകുന്നു. ഇത് കണ്ട ജനങ്ങളൊക്കെ ആകെ കൈയടിക്കുകയും വിറ്റാലിയുടെ കൂട്ടുകാർക്കൊക്കെ അവനത് ചെയ്തതിൽ വലിയ സന്തോഷവുമാവുന്നു. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു പാട്ടിനോടൊപ്പമുള്ള സർക്കസാണ്. അങ്ങനെ അവരെല്ലാരും കൂടി അവിടെ വാമ്പൻ സർക്കസ് കാഴ്ചവെക്കുകയും ജനങ്ങൾക്കൊക്കെ അത് വലിയ ഇഷ്ടമായതും അവർക്ക് അമേരിക്കയിലേക്കുള്ള സർക്കസിന്റെ ടിക്കറ്റ് കിട്ടുന്നു. അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിൽ അവര് എല്ലാവരും ആഘോഷിക്കുമ്പോൾ വിറ്റാലി അലക്സിന്റെ അടുത്തേക്ക് വരികയും നീ പറഞ്ഞ ഹെയർ ഓയിൽ തേച്ചുകൊണ്ട് പൊള്ളിയില്ല എന്ന് പറഞ്ഞ് അലക്സിനോട് താങ്ക്സും പറയുന്നു. ഗിയാണെങ്കിൽ നീ ഞാനും ബെസ്റ്റ് കോംബോ ആണെന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഡുബോയ്സ് അങ്ങോട്ടേക്ക് വരികയും മനുഷ്യന്റെ വേഷം കെട്ടിയ കൊരങ്ങനെ കണ്ട് കാര്യവും പറയുന്നു. നിങ്ങളുടെ ഈ സർക്കസിലുള്ള സിംഹവും കൂടെയുള്ള മൃഗങ്ങളും
ശരിക്കും സർക്കസിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രവാർത്ത കാണിക്കുന്നു. എന്നാൽ അലക്സ് ഫോണിലൂടെ ഇതൊക്കെ പെൻഗിൻസിനെ കേൾപ്പിക്കുന്നു. ഡുബോയ്സ് ആണെങ്കിൽ ഞാൻ അവനെ അങ്ങ് പിടിക്കാന്ന് പറഞ്ഞ് അവനെ പിടിച്ചതും പെൻഗിൻസ് പുറകിലൂടെ വന്ന് എല്ലാവരെയും അങ്ങ് ഇടിച്ചിട്ട് കളയുന്നു. ശേഷം ഡുബോയ്സിനെ ഇടിച്ച് പീരങ്കിയിലേക്ക് അങ്ങ് കയറ്റുകയും എല്ലാവരെയും കെട്ടി വെടിയങ്ങ് വെച്ചതും അവരെല്ലാവരും പറന്നങ്ങ് പോകുന്നു. പെൻഗിൻസ് ഇതോടെ സന്തോഷിച്ചുകൊണ്ട് വീണ്ടും അവരുടെ പണിക്ക് പോകുന്നു. അപ്പോഴാണ് വിറ്റാലിയും കൂട്ടരും ഡുബോയ്സ് കൊണ്ടുവന്ന പത്രവാർത്ത അവിടെ കാണുന്നത്. നിങ്ങളപ്പോ സൂ ചാടിയതാണോ എന്ന് ചോദിച്ചതും അതെ എന്നും പറയുന്നത് കേട്ട് പിന്നെ എന്തിനാണ് സർക്കസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചെന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്കെന്ന് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണെന്ന് ഗ്ലോറിയയും അവരോട് പറയുന്നു. പക്ഷെ അവരെ പറ്റിച്ചതിൽ അവർക്ക് വലിയ സങ്കടമാവുകയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞങ്ങളെ നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അവരെ സർക്കസിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. പക്ഷെ പെൻഗിൻസ് സൂവിലുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിനിടെ കരടിക്കും ഇവൻ സർക്കസുകാരനല്ല എന്ന് മനസ്സിലാവുകയും ജൂലിയൻ രാജാവുമായി ഇടിച്ച് പിരിഞ്ഞതും ജൂലിയനും സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവൻ പോയതോടെ കരടിക്കുമാകെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ അവർ അടുത്ത സർക്കസിനായി ന്യൂയോർക്കിലേക്ക് വലിയ കപ്പലിൽ പോവുകയാണ്. എന്നാൽ അലക്സിനെയും ടീമിനെയും അതിൽ കയറ്റാത്തോണ്ട് അവര് ചെറിയ ബോട്ടിൽ അതിന്റെ പുറകെ കെട്ടി ന്യൂയോർക്കിലേക്ക് എത്തുന്നു. ഇതോടെ സർക്കസ് കൂടാരത്തിലേക്ക് എത്തിയ മൃഗങ്ങളൊക്കെ സർക്കസിന് വേണ്ടി റെഡിയാവുമ്പോ സ്റ്റെഫാനോ അവിടെ നിന്നും കരയുകയാണ്. കാരണം അവന് അവരില്ലാത്തത് കൊണ്ട് സർക്കസ് കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും നമ്മളെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ലെന്ന് ഇറ്റാലി പറയുകയും അവനെ സമാധാനിപ്പിക്കാനായി നോക്കുന്നു. അലക്സും കൂട്ടരുടെയും സൂവിന്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ സർക്കസും. സൂവിന്റെ മുന്നിലേക്ക് തിരിച്ചെത്തിയ അലക്സും കൂട്ടരും ഒരുപാട് സമയം സൂവിലേക്ക് നോക്കിയതും അവർക്ക് ആ സ്ഥലം പഴയ പോലെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ഇതൊരു ചെറിയ കൂട് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് ഇതൊന്നുമല്ല, നമുക്കിപ്പോ ഏറ്റവും സന്തോഷം കിട്ടുന്നത് സർക്കസിൽ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ വീടായി എനിക്ക് തോന്നുന്നത് സർക്കസ് ആണെന്ന് അലക്സ് പറയുകയും നമുക്ക് തിരിച്ചുപോയി എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കയറിയാലോ എന്ന് ചോദിച്ചതും എല്ലാവരും ആവേശത്തോടെ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും അവരുടെ നേർക്ക് മയക്കുവെടി ഡുബോയ്സ് വെക്കുകയും അവരെല്ലാവരും മയങ്ങി വീഴുകയും ചെയ്യുന്നു. വെടികൊണ്ട ജൂലിയൻ രാജാവ് അവരുടെ കണ്ണുപെടാതെ ആടി അങ്ങ് നടന്നു പോകുന്നു. അങ്ങനെ ഡുബോയ്സും ടീമും അങ്ങോട്ടേക്ക് എത്തുകയും അലക്സിന്റെ തലമുറിക്കാനായി കത്തിയങ്ങ് എടുത്തതും സൂയിലെ ആൾക്കാരെ അങ്ങോട്ടേക്ക് വരികയും ഡുബോയ്സ് ആണ് ഇവരെയൊക്കെ ഇവിടെ പിടിച്ച് കൊണ്ടിട്ടതെന്ന് കരുതി ഡുബോയ്സിനോട് താങ്ക്സും പറയുന്നു. ഈ സമയം ജൂലിയൻ സർക്കസിലേക്ക് എത്തുകയും കരടിയുടെ അടുത്ത് പോയി ക്ഷമയൊക്കെ ചോദിക്കുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് പെൻഗിൻസിന് അവന്റെ വാലിൽ നിന്നും മയക്കുവെടി കിട്ടുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ നിനക്ക് ഇവിടുന്ന് ഇത് കിട്ടിയെന്ന് ചോദിച്ചതും സൂവിന്റെ അടുത്ത് നിന്നാണെന്ന് പറയുന്നു. അതോടെ അലക്സും ടീമും അപകടത്തിലാണെന്ന് കിപ്പർ പറയുന്നത് കേട്ടതും നമ്മൾ അവരെ സഹായിക്കണമെന്ന് ഗിയയും വിറ്റാലിയും പറഞ്ഞതും അപ്പോൾ പണി തുടങ്ങിയാലോ എന്നും കിപ്പർ ചോദിക്കുന്നു. ഇതിനിടെ മയക്കുവെടിയുടെ എഫക്റ്റ് ഒക്കെ പോയി അലക്സും കൂട്ടരും എണീറ്റതും അവരിനി ചാടിപ്പോവാതിരിക്കാൻ ചുറ്റും കമ്പി അടിച്ചിരിക്കുന്നു. അവിടെയാണെങ്കിൽ അലക്സ് തിരിച്ചെത്തിയതുകൊണ്ട് ഒരുപാട് ആളും കൂടിയിട്ടുണ്ട്. ഇതോടെ സൂയിലെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുന്നു. നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടു തന്നത് ക്യാപ്റ്റൻ ഡുബോയ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡുബോയ്സിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ഡുബോയ്സിന് വലിയൊരു തുക സമ്മാനമായി കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഡുബോയ്സ് എനിക്ക് പണം വേണ്ടെന്ന് പറഞ്ഞ് അതങ്ങ് കീറിക്കളയുകയും എനിക്ക് പൈസ അല്ല വേണ്ടത്, ഇവനാണെന്ന് പറഞ്ഞ് കൊല്ലാനുള്ള ഉണ്ട ഗണ്ണിലേക്ക് ലോഡ് ചെയ്യുകയും അവനെ വെടിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനത് കൊള്ളുന്നതിന് മുന്നേ ജി അവനെ അങ്ങ് എടുക്കുകയും നമ്മളൊക്കെ ഒന്നല്ലേന്ന് പറഞ്ഞ് മേലോട്ട് നോക്കിയതും അവരുടെ മൊത്തം ടീമും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതും കൺട്രോൾ ചെയ്യുന്നതും കിപ്പറാണ്. അങ്ങനെ അവൻ പറയുന്നത് പോലെ സ്റ്റെഫാനോയെ ഒരു കയറും കെട്ടി വെടിയങ്ങ് വെക്കുകയും ആ കയറ് വഴി മെൽമനും ഗ്ലോറിയയും രക്ഷപ്പെടുകയും ചെയ്യും. കരടിയും ജൂലിയൻ രാജാവുമാണ് ബൈക്കൊക്കെ എടുത്ത് ഡുബോയ്സിന്റെ കൂടെയുള്ളവരെയൊക്കെ ഇടിച്ചു കളയുന്നു. അതിനിടെ ആനകൾ തൂങ്ങി വന്ന് ഡുബോയ്സിനെ അങ്ങ് പറ്റിച്ചു കളയുമ്പോൾ വിറ്റാലി മാർട്ടിയുടെ അടുത്തേക്ക് എത്തുകയും അവനെ പൂട്ടിയിട്ടിരിക്കുന്ന കൂട്ടിലേക്ക് താക്കോൽ തരത്തിലൂടെ ചാടുകയും മാർട്ടിയെ എടുത്തതിനു ശേഷം തിരിച്ചും ചാടുകയും ചെയ്യുന്നു. കരടിയും ജൂലിയനുമാണ് ബൈക്ക് കൊണ്ട് ഇടിച്ചിടിച്ച് ഡുബോയ്സിനെ ദൂരത്തേക്കൊക്കെ കുത്തി വീഴ്ത്തുകയും ഈ സമയം എല്ലാവരും സർക്കസ് ബലൂണിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. പക്ഷേ സ്റ്റെഫാനോ മാത്രം താഴെയാണ് ഇപ്പോഴും ഉള്ളത്. അവനെ കണ്ടതും ഡുബോയ്സ് അവന്റെ പുറകെ തന്നെ വരികയാണ്. വിറ്റാലി ആണെങ്കിൽ അവന് ബലൂണിലേക്ക് കയറാൻ വിധം കത്തിയൊക്കെ എറിഞ്ഞു കൊടുക്കുമെങ്കിലും അതിനു മുന്നേ ഡുബോയ്സ് ചാടി പറന്നു വരികയും കയറാൻ പോയ അവനെ താഴേക്ക് വലിച്ചങ്ങ് ഇടുകയും ഡുബോയ്സിന്റെ ഗണ്ണ് അവിടെ കിടക്കുന്നത് കണ്ട് അത് എടുക്കാൻ ശ്രമിച്ചതും നമ്മുടെ മോർട്ട് വന്ന് അതങ്ങ് കൊണ്ടുപോകുന്നു. ഈ സമയം അലക്സും ജിയയും അവനെ രക്ഷിക്കാൻ വേണ്ടി ചാടുകയും അലക്സ് അവനെ എടുത്ത് ജിയയുടെ കയ്യിൽ കൊടുത്ത് അവനെ അങ്ങ് സേഫ് ആക്കുന്നു. അങ്ങനെ അലക്സ് ആണെങ്കിൽ കയറൊന്നുമില്ലാതെ ഡുബോയ്സിന്റെ കയ്യിൽ പെടുകയും താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അലക്സ് ഒരു വിസിലങ്ങ് വലിച്ചതും റോക്കറ്റ് ഷൂസുമായി പട്ടികൾ വന്ന് അവരെ താഴെ വീഴാതെ മുകളിലേക്ക് അങ്ങ് ഉയർത്തുകയും എന്റോട് കളിക്കുന്നോടി എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടിലേക്കങ്ങ് അലക്സ് അവളെ ഇട്ട് കളയുന്നു. അവൾക്കാണെങ്കിൽ ആ ദേഷ്യം സഹിക്കാത്തോണ്ട് അലറുകയാണ്. അതുകൊണ്ട് ജനങ്ങളാകെ കൈയടിക്കുന്നു. അതുകൊണ്ട് അലക്സ് ആണെങ്കിൽ നിന്നെ പോലത്തെ ആൾക്കാരെയാണ് ഇവിടെ ഇടേണ്ടതെന്ന് പറഞ്ഞതും പുറകിൽ നിന്നും മോർട്ട് അവളെ വെടിവെച്ചങ്ങ് മയക്കി കളയുന്നു. അങ്ങനെ അലക്സ് ആ സന്തോഷത്തിൽ ജിയെയും എടുത്ത് ബലൂണൊക്കെ പൊട്ടിച്ച് പറക്കുകയും അവർക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയും ചെയ്യും. താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. അതിനിടെ ജിയെയും അലക്സും ബലൂണിലേക്ക് തന്നെ തിരിച്ചിറങ്ങിയതും സർക്കസിലേക്ക് മോർട്ടിനെയും ജൂലിയന്റെ ശിഷ്യനെയും കയറ്റുന്നു. ഇതോടെ അവരെല്ലാവരും ഒരു അടിപൊളി സർക്കസായി തുടരാൻ തീരുമാനിച്ചതും മാർട്ടി പാട്ട്
വരുകയും അത് കേട്ട് ജൂലിയനും പാടുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതും അവർ ട്രെയിനിൽ എങ്ങോട്ടോ പോകുമ്പോ കിപ്പറെ നീ ഡുബോയ്സിനെ എന്താ ചെയ്തതെന്ന് അലക്സ് ചോദിക്കുന്നു. സത്യത്തിൽ കിപ്പർ ഡുബോയ്സിനെയും ഡുബോയ്സിന്റെ കൂടെയുള്ളവരെയും ഒരു വലിയ കപ്പലിലെ പെട്ടിയിലിട്ട് പൂട്ടി മഡഗാസ്കറിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തുക. 2012 $145 മില്യൺ പുറത്തിറങ്ങിയ സിനിമ $746 മില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. ഇനി ഇതിന്റെ മഡഗാസ്കർ 4ഉം പെൻഗ്വിൻസ് ഓഫ് ദി മഡഗാസ്കറുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ആർ എൻ.